ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സ്കൂളിൽ ക്വിസ് മത്സരങ്ങൾ നടക്കാറുണ്ടല്ലോ. ആ ക്വിസുകളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ്? ഉത്തരം KPR ഗോപാലൻ. സർക്കാരിനെതിരെയുള്ള ഗാന്ധിജിയുടെ അക്രരഹിത നിയമ ലംഘനത്തെ സാർവദേശീയമായ അത്യാഹിതമെന്ന് വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. രാജ്യദ്രോഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ച്? ഉത്തരം അഹമ്മദാബാദിൽ വെച്ച്. ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരെല്ലാം? ഉത്തരം മോത്തിലാൽ നെഹ്റു, CR ദാസ്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ അനുയായികളും എത്ര ദിവസമെടുത്തു? ഉത്തരം 24 ദിവസം. ജർമ്മനിയിൽ വെച്ച് നേതാജി കൂടിക്കാഴ്ച നടത്തിയത് ആരോടായിരുന്നു? ഉത്തരം ഹിറ്റ്ലർ. 1942 ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് നേതാവ് ആരായിരുന്നു? ഉത്തരം ചിയാഗ് കൈഷക്. വന്ദേ മാതരം എന്ന ഗാനം രചിച്ച ബംഗാളി സാഹിത്യകാരൻ ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇതാരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജിയുടെ. സംസ്ഥാനത്തിന്റെ ഭരണതലവൻ ആരായിരുന്നു? ഉത്തരം ഗവർണർ. ഗാന്ധിജിക്ക് നിരീശ്വരത്വത്തിൽ ആഭിമുഖ്യം തോന്നിക്കാനിടയായ ഗ്രന്ഥം ഏതാണ്? ഉത്തരം മനുസ്മൃതി. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഏതാണ്? ഉത്തരം 1887. ഗാന്ധിജിയെ നിയമ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മാവ് ജിതവേ. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത ഏതായിരുന്നു? ഉത്തരം അമ്മയുടെ വിയോഗം. ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശ യാത്രയിൽ ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ ആരുടെ കൂടെയായിരുന്നു യാത്ര? ഉത്തരം ശ്രീ തൃംബകറായി മജുംദാർ. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം
ഏത്? ഉത്തരം യങ് ഇന്ത്യ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിപ്പിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത് എപ്പോൾ? ഉത്തരം 1920. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത് എന്നാണ്? ഉത്തരം 1937 ഓഗസ്റ്റ് മാസത്തിൽ. ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ദണ്ഡി കടപ്പുറം, ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലെ കടലോര ഗ്രാമം. ദണ്ഡി യാത്രയ്ക്ക് കൂടെ പോകാൻ ഗാന്ധിജി തിരഞ്ഞെടുത്തത് എത്ര അനുയായികളെയാണ്? ഉത്തരം 78. ഗാന്ധിജി തന്റെ സമര രീതിയിൽ അടിയുറച്ച പ്രമാണമെന്ത്? ഉത്തരം അഹിംസ. ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ വെച്ച്? ഉത്തരം ഗുജറാത്തിൽ. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച്? സൂററ്റിലെ ബർദോളി ഗ്രാമത്തിൽ വെച്ച്. നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1920 കൽക്കത്ത സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ മഹാത്മാഗാന്ധി വാരിക പ്രസിദ്ധീകരണം തുടങ്ങിയത് എപ്പോൾ? ഉത്തരം 1904. റൗലറ്റ് ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായ ഹർത്താൽ നടത്തിയത് എപ്പോൾ? ഉത്തരം 1918. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏത്? മദർ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര കാലം ജീവിച്ചു? ഉത്തരം 168 ദിവസം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. സത്യാഗ്രഹ സമരമുറ തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്?
ഉത്തരം യർവാദ ജയിലിൽ. എൻ്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ മാറ്റിത്തീർത്ത പുസ്തകം. ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ്? ഉത്തരം അൺടു ദി ലാസ്റ്റ്. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ച പുസ്തകം. അൺടു ദ ലാസ്റ്റ്. സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരമുറക്ക് പേര് നിർദ്ദേശിച്ചതാര്? ഉത്തരം മകൻലാൽ ഗാന്ധി. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ട് നടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ ആരാണ്? ഉത്തരം മിസ്റ്റർ ബേക്കർ. ഗാന്ധിജിയെ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേഠ്. ഹിന്ദുമതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം റായ്ചന്ദ് ഭായ്. ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൽ ഇന്ത്യ കോൺഗ്രസ് സ്ഥാപക സെക്രട്ടറി ആയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയം ഏതു വിഷയത്തെ പറ്റിയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയെ പറ്റിയുള്ള പ്രമേയം. ഗോഖലെ ഏറ്റവും ആദരവ് പ്രകടിപ്പിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തതായി ഗാന്ധിജി മനസ്സിലാക്കിയത് ആരെയാണ്? ഉത്തരം റാനാഡയെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ഏത്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. തന്റെ പിന്തുടർച്ച അവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു? ഉത്തരം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ
ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എപ്പോൾ? എവിടെ? ഉത്തരം 1906. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏത് വർഷം? എവിടെ വെച്ച്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ വെച്ച് 1908. ആദ്യ നിരാഹാര സമര കാരണം എന്തായിരുന്നു? ഉത്തരം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നന്ദി.